രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സാഹചര്യത്തിൽ KPCCക്ക് പുതിയ അധ്യക്ഷനെ നിർദ്ദേശിക്കാൻ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെടുമ്പോൾ മുതിർന്ന നേതാക്കളോട് രാഹുൽ ഗാന്ധി 3 വ്യവസ്ഥകളാണ് മുന്നോട്ട് വച്ചത്. അഴിമതിക്കപ്പുറം സംശുദ്ധമായ പ്രതിച്ഛായയുള്ള നേതാവായിരിക്കണം, ഗ്രൂപ്പിനതീതമായി പാർട്ടിയിൽ സ്വീകാര്യതയുണ്ടായിരിക്കണം, കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് ജനസാമാന്യത്തിന് മതിപ്പുള്ളയാളായിരിക്കണം. സ്പീക്കർ G. കാർത്തികേയന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം ഈ 3 പരിഗണനകളും ശരിവച്ച് മുന്നോട്ട് വച്ചതെങ്കിലും ലാവ്ലിൻ കേസിലെ ആരോപണങ്ങൾ കാർത്തികേയന് മുന്നിൽ തടസ്സമായി. അതോടെ സുധീരന്റെ പേര് ഉയർന്നു വന്നു. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കാർത്തികേയന് വേണ്ടി വീണ്ടും വാദിച്ചു. ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സപ്പെടുത്തുന്ന നിലപാടുകൾ സുധീരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതായിരുന്നു രണ്ടുപേരും വാദിച്ചത്. 2 മാസത്തിനിടയിൽ 3 തവണ രാഹുൽ ഗാന്ധിയും മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എത്തി. ഒറ്റയ്ക്കും കൂട്ടായും ചർച്ച നടത്തി. ഇതിനിടെയാണ് VD സതീശന്റെ പേര് ഉയർന്നു വന്നത്. സുധീറിനോളം തന്നെ പിന്തുണ സതീശനും ലഭിച്ചുവെങ്കിലും പാർട്ടിയിലെ സീനിയോറിറ്റിയും നാളുകളായി തുടരുന്ന സ്ഥിരതയാർന്ന നിലപാടുകളും സുധീറിന് പിന്തുണയായി. കേരളവുമായി ബന്ധപ്പെട്ട സംഘടനാ കാര്യങ്ങളിലെ അവസാന വാക്കായ AK ആന്റണിയും സുധീറിന്റെ പേരിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. സുശക്തമായ നിലപാടുകളുമായി ഉയർന്നു വരുന്ന യുവജനങ്ങൾക്ക് അർഹമായ പരിഗണന വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ അംഗീകരിച്ച് VD സതീശനെ വൈസ് പ്രസിഡന്റാക്കാനും ധാരണയായി. ആം ആദ്മി തരംഗമാണ് കേരളത്തിൽ സുധീറിന് തുണയായതെങ്കിൽ ചോരയ്ക്ക് ചോര എന്ന നിലപാടുമായി CPM-നും തൃണമൂലിനുമെതിരായുള്ള പോരാട്ടവീര്യമാണ് പശ്ചിമ ബംഗാളിൽ അധീർ രഞ്ജൻ ചൗധരിയെ PCC അധ്യക്ഷ സ്ഥാനത്തെത്തിച്ചത്. അഴിമതി ഭരണമെന്ന് പേരുകേട്ട ഹരിയാനയിൽ യോഗേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി ഉണ്ടാക്കുന്ന തരംഗത്തെ തടയാനുള്ള ഉത്തരവാദിത്തമാണ് യൂത്ത് കോൺഗ്രസിന്റെയും NSUവിന്റെയും അധ്യക്ഷനായിരുന്ന 37-കാരനായ അശോക് തൻവറിനുള്ളത്. D. ശ്രീജിത്ത്, Media One, ഡൽഹി.